നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ. റവയല്ല, ഇന്നത്തെ സേമിയ വിത്ത് റാഗിയുടെ സേമിയാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ സേമിയ മൈദയുടെ സേമിയ ഉപയോഗിക്കാറ് അല്ലേ. ഇത് റാഗിയുടെ സേമിയാണ്. ഇത് നമ്മുടെ പാലക്കാട്ടുകാരി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ വാങ്ങിയതാണ് കണ്ടോ. ഒരു വീട്ടിലുണ്ടാക്കണ സേമിയാണ് അത്ര. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സേമിയ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യാം. നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. അതിലേക്ക് സേമിയ ഇടാം. അങ്ങനെ ഇവരെ കൊണ്ടുവന്നിട്ട് മുന്നും ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ റാഗിയാണല്ലോ, അരിയൊന്നും അല്ലല്ലോ. അത് കാരണം നല്ല കുഴപ്പമില്ല. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, പൊടിയരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, ചാമരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഷുഗർകാർക്കൊക്കെ തിന്നാൻ നല്ലതാണ് കേട്ടോ ഇത്. കാരണം റാഗിയാണല്ലോ. റാഗിക്ക് കുറേ ഗുണങ്ങളുണ്ട്. അയൺ ധാരാളമുണ്ട്. പിന്നെ വെയിറ്റ് ലോസിന് നല്ലതാണെന്ന് പറയുന്നു. കാർബോഹൈഡ്രേറ്റ് കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലതാണ്. എല്ലാവർക്കും കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായി എല്ലാവർക്കും. അന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഓർത്തെ നല്ല ഇഷ്ടമായെങ്കിൽ എന്നാലും എൻ്റെ കൂട്ടുകാർക്ക് കൂടി ഇത് പങ്കുവെക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതാണ് ഇതിപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ പിടിച്ചത്. ആ പാലക്കാട്ടുകാരി ഉണ്ടല്ലോ, ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആഴ്ചയിലൊരു ദിവസമൊക്കെ വരും. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും കേട്ടോ. അപ്പം അതുപോലെ ഉഴുന്നുവട, അതൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനം. എല്ലാം ഹോം മെയ്ഡാന്നാണ് പറയുന്നത്. ചാമരി പോലും വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് അവർ ചാമരി ഊരിയെടുത്ത് പുഴുങ്ങി ഉണക്കി കുത്തിയിട്ട് അരിയാക്കി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇത് കണ്ടോ, ഈ റാഗി അങ്ങനെ തന്നെയാണ്. റാഗി അവർ കൃഷി ചെയ്തുണ്ടാക്കേണ്ടതാണ്. എന്നിട്ട് അവർ അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഉണക്കി പിന്നെ അതിനെ പൊടിച്ച് അതിനെ ഇതുപോലെ മാവാക്കിയിട്ട് നൂഡിൽസ് അല്ലല്ലോ, എന്താ പറയുക, സേമിയ പോലെ ആക്കിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഒരു വീട്ടിൽ ഇത്തിരി പ്രായമുണ്ട്. അപ്പോൾ അവർ മക്കളൊക്കെ വലുതായി, ഇനി മക്കളെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ പറയാണ്, ഇപ്പം ഞാൻ ഇത് വിറ്റിട്ട് കിട്ടണ കാശുണ്ടല്ലോ ലാഭം, അതുകൊണ്ട് ഞാൻ തീർത്ഥാടനമാണ് അത്ര ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിന് മുമ്പത്തെ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം പറഞ്ഞതാണ് ഇപ്രാവശ്യം തിരുപ്പതിക്ക് പോവാണ് ടീച്ചറെ. തിരുപ്പതി കാളഹസ്തിയൊക്കെ തൊഴാൻ പോവാണ്. നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഇങ്ങനെ വിനിയോഗിക്കുക. അത്ര നല്ല സന്തോഷമല്ലേ. കാരണം മക്കളൊക്കെ വലുതായി, ഇനി വേറെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ജീവിതം, ബാക്കിയുള്ള ജീവിതം അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എൻജോയ് ചെയ്യണം അവർ. നല്ല വാസന വന്നു തുടങ്ങിയിട്ടുണ്ട്, നെയ്യിൽ കുറവായ വാസന. അപ്പം വാങ്ങി വെക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തയ്യാറാക്കാം കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, സവാള, ഒരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കറിവേപ്പില. ഓരോന്നായിട്ട് നമുക്ക് കറിവേപ്പില ഞാൻ നൂരി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിയാം. ചെറുതാണ് കേട്ടോ. പച്ചമുളക് അരിഞ്ഞു, സവാള,
എപ്പോഴെത്തി നിങ്ങൾ? 2:30 എത്തിയാ? പിന്നെ അണ്ണനും പോയാ? 8 മണിക്കൂറോളം ഓടെ പൂ മേടിച്ചോ? എന്താ മേടിക്കാന്? അവിടെ പോയാൽ എല്ലാവരും ഓടപ്പൂ മേടിക്കും. നിങ്ങൾ തിന്നോളാം. ഇത് ബിരിയാണി എനിക്ക് പോകാൻ പറ്റില്ലെങ്കിലും പോയ ഒരാളെങ്കിലും കണ്ടോട്ടെ. പോയിട്ടില്ലേ? ഇപ്പഴല്ല, ഞാൻ ഇപ്പൊ പോട്ട കാര്യം പറഞ്ഞ. ജയശ്രീ വന്നുട്ടോ. ജയശ്രീ പോയിക്ക് ഇന്നലെ ലീവായിരുന്നു. കാരണം എന്താ? കൊട്ടിയൂര് പോയിക്കായിരുന്നു. കൊട്ടിയൂർക്ക് എന്റെ കണ്ട ഞാൻ വീഡിയോ ഇന്ന് ഇങ്ങനെ TV-യിൽ ഇങ്ങനെ കാണും കൊട്ടിയൂരിനെ. ജയശ്രീ പോയി വന്നു. കുഴപ്പമില്ല അല്ലേ? കുറച്ച് ഫലം നമുക്കും കിട്ടും കേട്ടോ. നമ്മുടെ അടുത്തേക്ക് വന്നൂലോ. അവിടെ എന്തൊക്കെ വെള്ളത്തൊക്കെ ഇറങ്ങിയ എങ്ങനെയുണ്ട്? മഴ ഉണ്ടായ? ഭയങ്കര തിരക്കായിരുന്നു. അതെയാ? തിരക്കുന്നോടെല്ലാം കുറെ ജനങ്ങൾ ഒഴുക്കിയിരുന്നു. വെള്ളത്തിൽ 4 മണിക്കൂർ ക്യൂവിലിരുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീ കത്തിക്കാം. കത്തിച്ചു. ചീനച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. കടുകിടാം. 2 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിക്കയ്യാറാവുമ്പോഴേക്കും നമുക്ക് ഉഴുന്ന് പരിപ്പിടാം. ഉപ്പുമാവ് ഇടണം. അതേ പ്രോസസ്സ് തന്നെ കേട്ടോ. ഉഴുന്ന് പരിപ്പിട്ടു. ഒന്ന് വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, കറിവേപ്പില ഇതാണ്. ആയിക്കഴിഞ്ഞു. നമുക്ക് വെള്ളം ഒഴിക്കാം. ഉപ്പിടാം. വെള്ളത്തിൽ ഉപ്പില്ലേ നോക്കണം കേട്ടോ. നന്നായിട്ട് ഉപ്പുണ്ടാവണം. എങ്കിലേ ഇത് ഇടുമ്പോൾ പാകമുള്ളൂ. വെള്ളത്തിൽ നന്നായിട്ട് മുന്തി നിൽക്കണം ഉപ്പ്. എന്നാലാണ് ഉപ്പുമാവ്. ഏത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളച്ചു. നന്നായിട്ട് തിളച്ചു. നമുക്കിനി ഇട്ടുകൊടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടോ. ഇനി നമുക്കതിൽ കുറച്ച് നാളികേരം ഇടണം. നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട് ഇവിടെ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നാളികേരം ഇടാം കേട്ടോ. എങ്ങനെയുണ്ട്? നാളികേരം എളുപ്പമല്ലേ? നിങ്ങളുണ്ടാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓഫാക്കാം. നമ്മുടെ ഉപ്പുമാവ് തയ്യാറായി. കുറച്ച് നാളികേരം കൂടി ഇടാം കേട്ടോ. ഇത്തിരി നെയ്യും.
നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വറുത്തതിലിടാം. ഇന്ന് ഞാൻ ഇടണില്ല, കാരണം ഇന്ന് നാളികേരം ഇട്ടേക്കണത്. ഞാൻ റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അടച്ചു വയ്ക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ സെർവ് ചെയ്യാം. രാജേട്ടന് ഉപ്പുമാവ് തിന്നാനായിട്ട് ചട്നി വേണം. അപ്പോൾ ചട്നി അരച്ചു. ഞാൻ നാളികേരവും പച്ചമുളകും ഇഞ്ചും കൂടി അരച്ചു, കടുകും മുളകൊക്കെ വറുത്തിട്ടു. അങ്ങനെ പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കി. കറിവേപ്പിലൊക്കെ ഇട്ട് ചട്നി റെഡിയായി. ഇനി ഒരു തുള്ളി വെള്ളം കൂടിയും ഇതിലൊഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ചട്നി ആയില്ലോ. എനിക്ക് ചട്നിയൊന്നും വേണ്ട കേട്ടോ, എനിക്ക് ഉപ്പുമാവ് മാത്രം മതി. രാജേട്ടന് ചട്നി വേണം. നമുക്കിനി ഉപ്പുമാവ് പകർത്താം കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പം നമുക്ക് തോന്നുന്നൊരു കുഴമ്പനാണ് അല്ലേ? കുഴമ്പനൊന്നുമല്ല കേട്ടോ, ഒലർച്ചയൊക്കെ ഉണ്ട് നന്നായിട്ട്. ഇത്തിരി കഴിയുമ്പോഴേക്കും ഇതിലത്തെ വെള്ളം ഒന്നും കൂടി ആവിയാവും. പകർത്തി നിങ്ങൾക്ക് തരട്ടെ, കുറച്ച് കഴിച്ചോളൂ കേട്ടോ. രാജേട്ടന് കൊടുക്കട്ടെ, ചട്നിയും കൊടുക്കാം.